ഹലോ നമസ്കാരം. പ്രേക്ഷകർ വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന ചിത്രമാണ് നിന്നേര്. ചിത്രം റിലീസായി 5-ാം ദിവസം പിന്നിടുമ്പോൾ ചിത്രത്തിന്റെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും ചിത്രത്തിന് 15 കോടിയിലേറെയാണ് കളക്ഷൻ സ്വന്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് നോക്കുകയാണെങ്കിൽ 33 കോടിയിലേറെയാണ് കളക്ഷൻ വന്നിരിക്കുന്നത്. സൺഡേ ഹോളിഡേ വിജയ് സൂപ്പർ പറഞ്ഞു എടുത്തിട്ടുള്ള ജിസ് ജോയിയുടെ ഏറ്റവും പുതിയ ചിത്രമാണ് തലവൻ. ചിത്രത്തിൽ നായകനായി വരുന്നത് ആസിഫ് അലിയാണ്. ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിലും ബിജു മേനോനും എത്തുന്നുണ്ട്. ചിത്രം ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ്. മീര ജാസ്മിൻ നരൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന ഒരു കോമഡി എന്റർടൈൻമെന്റ് ചിത്രം കൂടിയാണ് ക്യൂൻ എലിസബത്ത്. ചിത്രത്തിന്റെ ട്രെയിലറിന് വൻ AV അഭിപ്രായങ്ങളാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. ദിജോ ജോസ് ആന്റണി ഒരുക്കിയിട്ടുള്ള ക്യൂൻ, ജനഗണമന എന്നീ ചിത്രങ്ങൾക്ക് ശേഷം അടുത്ത പുതിയ ചിത്രമാണ് മലയാളി ഫ്രം ഇന്ത്യ. നിവിൻ പോളി, ധ്യാൻ ശ്രീനിവാസൻ എന്നീ കോമ്പയിൽ വരുന്ന ചിത്രം കൂടിയാണ് മലയാളി ഫ്രം ഇന്ത്യ. ചിത്രത്തിൽ നിവിൻ പോളിയുടെ നായികയായിട്ട് എത്തുന്നത് അൻഷർ രാജാണ്. ഒരു ഫാമിലി എന്റർടൈൻമെന്റ് ചിത്രം കൂടിയായിരിക്കും എന്നത് ചിത്രത്തിന്റെ ഒരു പ്രോമോ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചിത്രത്തിന്റെ ആ ഒരു പ്രോമോ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും നിവിൻ പോളിയുടെ ഒരു തിരിച്ചുവരവ് എന്നൊക്കെ. നിങ്ങളൊരു നിവിൻ പോളി ഫാനാണ് എന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.